ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ് സ്പെഷ്യാലിറ്റീസ്, ബഡ്ജറ്റിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 പറയുന്ന വാർഷിക സാമ്പത്തിക പ്രസ്താവന, അതാണ് ബഡ്ജറ്റ്. ഇന്ത്യൻ ബഡ്ജറ്റ് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. അതായത് ഭാവിയിലേക്കുള്ള കണക്കുകൂട്ടലുകളെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കണക്കുകൂട്ടലുകളെയാണ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 1-നാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എല്ലാ വർഷവും ഫെബ്രുവരി 1-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. എന്നാൽ 2016 വരെ ഇത് ഫെബ്രുവരി മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ആണ് ഇത് അവതരിപ്പിക്കുക. പുതിയ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ മാസമാണ് അത് അവതരിപ്പിക്കുന്നത്. ഇപ്പോഴിത് ഫെബ്രുവരി 1-നാണ് അവതരിപ്പിക്കുന്നത്. ചരിത്രം നോക്കുമ്പോൾ 1947 മുതൽ ഇങ്ങോട്ട് 73 വാർഷിക ബജറ്റുകളും 14 ഇടക്കാല ബജറ്റുകളും 4 മിനി ബജറ്റുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് 1947 നവംബർ 26-ന് RK ഷൺമുഖം ചെട്ടിയായിരുന്നു. അന്നത്തെ മൊത്ത വരുമാനം എന്ന് പറയുന്നത് 171 കോടിയും ധനക്കമ്മി എന്ന് പറയുന്നത് 24 കോടിയും മൊത്ത ചെലവെന്ന് പറയുന്നത് 197 കോടിയുമായിരുന്നു അന്നത്തെ ആ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. 92 വർഷമായിട്ട് സ്വതന്ത്രമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന റെയിൽവേ ബഡ്ജറ്റും ഇതിനോടുകൂടി ലയിപ്പിക്കുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.